മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. തുഞ്ചത്തെഴുത്തച്ഛൻ സമാധി സ്മാരക ഫൗണ്ടേഷൻ നടത്തുന്ന 41 ദിവസത്തെ തുഞ്ചൻ കാവ്യാലാപന പ്രഭാഷണ പരമ്പര പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പഠിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് മാസം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൃതി വായിക്കുന്നതും പഠിക്കുന്നതും ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ ശുഭോദർക്കമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ രാമായണം എന്ന് പറയാൻ നമുക്കറിയാം, അതൊരു മഹാസാഗരമാണ്. ആ മഹാസാഗരത്തിൽ നിന്ന് ഒരു കപ്പ് വെള്ളം മുക്കിയെടുത്താൽ എങ്ങനെയിരിക്കും എന്നതുപോലെ ആണ് നമ്മളുടെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണമെന്ന് ചുരുക്കി പറയാമെങ്കിലും ആ ഒരു കപ്പ് വെള്ളത്തിൽ തന്നെ സമുദ്രത്തിൻ്റെ അല്ലെങ്കിൽ മഹാസാഗരത്തിൻ്റെ എല്ലാ അംശങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. വാൽമീകിയിൽ നിന്ന് തുടങ്ങിയ രാമായണം 24,000 ശ്ലോകങ്ങളടങ്ങിയ വാൽമീകി രാമായണത്തെ സ്വാംശീകരിച്ചുകൊണ്ട് 13-ാം നൂറ്റാണ്ടിലെ അധ്യാത്മ രാമായണം ഉടലെടുക്കുകയും രചിക്കപ്പെടുകയും 4238 ശ്ലോകങ്ങളുള്ള അധ്യാത്മ രാമായണം ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വളർന്ന് പന്തലിച്ച് പ്രചാരം നേടി ഇന്ത്യയിലുടനീളം ഓരോ ദേശഭാഷയിലും വ്യത്യസ്തമായ രാമായണങ്ങൾ രചിക്കാൻ ഇടവരികയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. നമുക്കറിയാം, എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടെ ഭാഷയിൽ ഒരു രാമായണം ഉണ്ടായിരിക്കും. നമ്മുടെ തൊട്ട് തമിഴ്നാട്ടിലാണെങ്കിൽ കമ്പരാമായണം, കർണാടകയിലെ പമ്പരാമായണം, പമ്പൻ എന്ന് പറയുന്ന കവി എഴുതിയ പമ്പരാമായണം, അതുപോലെ തന്നെ ഹിന്ദിയിലെ ഏറ്റവും പ്രശസ്തമായ രാമചരിതമാനസം എന്ന് പറയുന്ന തുളസീദാസിൻ്റെ രാമചരിതമാനസം എന്ന് പറയുന്ന അതിപ്രശസ്തമായ രാമായണങ്ങളിൽ ഏറ്റവും പ്രശസ്തി ആർജിച്ച പ്രചാരമുള്ള വായനക്കാർ ഏറ്റവും അധികമുള്ള രാമായണമാണ് ഈ രാമചരിതമാനസം എന്ന് പറയുന്ന കൃതി എന്ന് പറയുന്നത്. നമ്മളുടെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇവിടുത്തെ അന്നത്തെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ജാതിയുടെയും അതുപോലെ തന്നെ മതത്തിൻ്റെയും കിടമത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെയെല്ലാം സ്വരൂപിച്ചുകൊണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അതിനെ മറക്കത്തക്ക രീതിയിൽ ജനങ്ങളെയെല്ലാം സ്വരൂപിക്കാൻ വേണ്ടി, ഒത്തൊരുമിക്കാൻ വേണ്ടി ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പേരിൽ തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയ രാമായണമാണ് അധ്യാത്മ രാമായണം കിളിപ്പാട്ട് എന്ന് പറഞ്ഞ് ഇന്ന് നാം ഭക്തിപ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഭാഷാപിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയ ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് ഇതര ഭാഷകളിൽ രചിക്കപ്പെട്ട രാമായണങ്ങളെ എന്തുകൊണ്ടും അതിശയിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജാതി, ലിംഗ, തൊഴിൽ ഭേദത്തിനപ്പുറം എല്ലാ മനുഷ്യർക്കും ഈശ്വര സാക്ഷാത്കാരം ലഭിക്കാനുള്ള വഴികളാണ് എഴുത്തച്ഛൻ തന്റെ കൃതികളിലൂടെ അനാവരണം ചെയ്യുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ജനറൽ സെക്രട്ടറി KA ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. രവി പോലുവളപ്പിൽ മുഖ്യപ്രഭാഷണം ചെയ്തു. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ C. രാമചന്ദ്രമേനോൻ മുഖ്യാതിഥിയായി. എഴുത്തച്ഛന്റെ കാവ്യപ്രഭാവം ലോക പ്രശസ്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജോൺസൺ കുന്നംപിള്ളി, PG ബാലകൃഷ്ണൻ, MN ഗോപി എന്നിവർ പ്രസംഗിച്ചു. ഉഷ രാമചന്ദ്രൻ രാമായണ പാരായണം നടത്തി.
ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ദേവതാവന്ദനം. കാരണാനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാവോളം വന്നിക്കുന്നേ വാണിടുക നാരദമെന്നുടെ നാമുതന്മേ വാണി മാതാവേ വർണ്ണവിഗ്രഹേ വേദേവാത്മികേ നാണമെന്നിയ മുത നാവിന്മേൽ നടനം ചെയ്യണം. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.